ചതിയുടെയും വഞ്ചനയുടെയും പേരിൽ താൻ സംശയത്തിന് നിഴലിലായിരുന്നുവെന്നും അതാണ് 5 വർഷക്കാലത്തെ തന്റെ രാഷ്ട്രീയ നിശബ്ദതയെന്നും ദേവികുളം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ES രാജേന്ദ്രൻ അടിമാലിയിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് സഹിക്കാൻ കഴിയുന്നവർക്കും തുടർന്നു പോകാൻ കഴിയുന്നവർക്കും അങ്ങനെ നിൽക്കാം. പക്ഷേ മനസ്സുകൊണ്ടും ആത്മാർത്ഥത കൊണ്ടും പ്രസ്ഥാനത്തെ സ്നേഹിച്ചവർക്ക് അങ്ങനെ നിൽക്കാനാവില്ലെന്നും ഈ സാഹചര്യമാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും ES രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഒരു സംശയത്തിൻ്റെ തണലിലുണ്ടായ വിവാദമാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിൻ്റെ നിശബ്ദത. ഒട്ടനവധി ഇടപെടലുകളുണ്ടായി. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ആശയവിനിമയങ്ങൾ നടത്തി. പക്ഷെ സംശയത്തണലിൽ വീട്ടിലാണെങ്കിൽ പോലും സഹോദരന്മാരാണെങ്കിലും പിന്നീട് യോജിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതിനെ സഹിക്കാം എന്തും ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയും കടന്നു പോകാം എന്ന് കരുതുന്നവർക്ക് നിൽക്കാം. പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ആത്മാർത്ഥയുടെ പ്രവർത്തനം കൊണ്ടുമെല്ലാം ഒപ്പം നിൽക്കുകയും സ്നേഹിക്കുകയും അത് പാർട്ടിയിലെ അംഗങ്ങളെയും പ്രസ്ഥാനത്തെയും സ്നേഹിച്ചവർക്ക് കുറ്റബോധത്തോടുകൂടി ഒപ്പം കടക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ നിന്ന് മാറുകയും അതിൻ്റെ ഭാഗമായാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഐസ പോറ്റി, PK ശശി, ആലപ്പുഴയിലെ സുധാകരൻ സഖാവ്, അൻവർ, ഇങ്ങനെ ഇനിയും 3-4 MLA-മാരുണ്ട്. നിങ്ങളത് 2011 കാലം മുതൽ പാർട്ടിക്ക് അകത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ കാഴ്ചപ്പാടിൻ്റെ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയും എൻ്റെ ഉള്ളിലത് നിർത്തുകയും അങ്ങനെയാണ് ഒരു സംഘടനയ്ക്കകത്ത് നമ്മൾ കാണിച്ചു വരുന്ന മര്യാദ.